റൂം വേണം. എത്ര ദിവസത്തേക്ക്? 2 അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് വേണ്ടി വരും. ഒരു ദിവസത്തേക്ക് 3000 രൂപ റെന്റ് വരും. എനിക്ക് ഓക്കെയാണ്. പകുതി അഡ്വാൻസ് തരാം. റൂം ഒന്ന് കാണിക്കാൻ പറ്റുമോ? ശരി. വനജ, വരുന്നു സർ. ഈ സാറിന് ആ 401 ഓപ്പൺ ചെയ്ത് കാണിക്കേ. ശരി സർ. റൂം ഇഷ്ടമായെങ്കിൽ വന്ന് അഡ്വാൻസ് തന്നേക്കേ. ഓക്കെ, കൊണ്ടുപോയി കാണിക്കാം. വരൂ സർ. വരൂ സർ. ഇതാണ് സർ റൂം. ഓക്കെ. ഹോട്ട് വാട്ടർ വരില്ലേ? വരും സർ. ഇപ്പോ തണുപ്പല്ലേ, 24 അവേഴ്സും ഹോട്ട് വാട്ടർ വരും സർ. ഓക്കെ. സർ, നിങ്ങൾക്ക് മുറി ഇഷ്ടപ്പെട്ടോ? ഓക്കെയാണ്. പണം കൊടുത്തു കഴിഞ്ഞോ? നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വന്ന് അടച്ചോളാം. ശരി സർ. ഇതെന്താ ബാത്റൂം ഇത്രയും വൃത്തിയായിട്ടുള്ളത്? സർ, വെൽക്കം ഡ്രിങ്ക് എടുത്തോളൂ സർ. ഒരു മിനിറ്റ് നിൽക്ക്. ബാത്റൂം ഭയങ്കര വൃത്തിയായിട്ടുണ്ട്, ചെന്ന് ക്ലീൻ ചെയ്യേ. സർ, ക്ലീൻ ചെയ്യുന്നവര് അടുത്ത മുറി ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യോ, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കാം. ഹലോ, എനിക്ക് അർജന്റായിട്ട് ബാത്റൂം യൂസ് ചെയ്യണം. പെട്ടെന്ന് പോയി വൃത്തിയാക്കേ, ചെല്ല്. അതല്ല സർ, നിങ്ങൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, അവര് വന്ന് ക്ലീൻ ചെയ്തോളും. വെറുതെ സംസാരിക്കാൻ ചെല്ല്. സർ, നീ ബാത്റൂം ഉണ്ടോ? എന്ന് മാത്രം വൃത്തിയാടാന്ന്. ചെന്ന് പെട്ടെന്ന് വൃത്തിയാക്കേ, ചെല്ല്. സർ, അത് പിന്നെ വെറുതെ സംസാരിക്കാണ്, ചെല്ല്. നല്ലോണം വൃത്തിയാക്കിയില്ലേ? ക്ലീൻ ചെയ്തു സർ. ശരി, ഗ്ലാസ് എടുത്തിട്ട് പോയിക്കോ. സർ, ആ 401 വന്നിരിക്കുന്ന ഗസ്റ്റ് വളരെ മോശമാണ് സർ. എന്ത് പറ്റി? എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ബാത്റൂം കഴുകാൻ പറഞ്ഞു സർ. ഇതെല്ലാം ജോലിയുടെ ഭാഗമല്ലേ? സർ, ഞാൻ എങ്ങനെയാ സർ ബാത്റൂം? അതെ, ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കാനാ? നിനക്ക് ഈ ജോലി വേണോ അതോ വേണ്ടയോ? സർ, ഈ ബാലൻസ് കാശ് തരാൻ വേണ്ടി മാനേജർ പറഞ്ഞയച്ചതാണ് സർ. ദാ സർ ബാലൻസ്. സർ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? കുറച്ചു നേരം എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കുവാണെങ്കിൽ നീ എത്ര പണം ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് തന്നേക്കാം. സർ, പ്ലീസ് ആദ്യം എൻ്റെ ദേഹത്തൊന്ന് കൈയെടുക്ക്. ഞാൻ അങ്ങനത്തെ പെണ്ണൊന്നും അല്ല. സർ, പ്ലീസ് എന്നെ വിട്ടേക്ക്. ഞാൻ എൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയാ ഇങ്ങനെ ഒരു ജോലിക്ക് വന്നത് സർ. എന്നും വെച്ച് എന്നെ തെറ്റായിട്ട് വിചാരിക്കരുത് സർ. ദയവേത് എന്നെ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ വിടണം സർ, പ്ലീസ്. എന്നെ വിട് സർ, പ്ലീസ്. നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും സർ. പ്ലീസ് വിടാനല്ലേ പറഞ്ഞേ? പ്ലീസ് സർ. മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ?
ഹലോ അമ്മേ. അ- അമ്മ എന്തിനാ കരയുന്നേ? എന്തു പറ്റി? കുഞ്ഞു പെട്ടെന്ന് വീട്ടില് മയങ്ങി താഴെ വീണു മോളെ. അയ്യോ, എപ്പോഴാ അമ്മേ? ഇപ്പോഴാ മോളെ. അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടോ പിടിച്ച് ഞാൻ അവനെ കൊണ്ടുവന്നിരിക്കുക. ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ എങ്ങനെയുണ്ടമ്മേ? എനിക്കറിയില്ല മോളെ. ആരും എന്നോടൊന്നും പറയുന്നില്ല. നീ എത്രയും പെട്ടെന്ന് നിന്റെ കയ്യിൽ എത്ര പണം ഉണ്ടെങ്കിലും അത് എടുത്തോണ്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വാ. ലേറ്റ് ആക്കല്ലേ മോളെ, എത്രയും പെട്ടെന്ന് വാ. ശരി അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ടു വരാം. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടല്ലോ. ശരി മോളെ. സർ, ഉം. എന്റെ മോൻ വീട്ടിൽ മയങ്ങി താഴെ വീണെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എനിക്കൊരു 10,000 രൂപ അഡ്വാൻസ് ആയിട്ട് തരുമോ? 10,000? 10,000 ഒന്നും എൻ്റെ അടുത്തില്ല. സർ പ്ലീസ്, അങ്ങനെയൊന്നും പറയരുത്. അഡ്വാൻസ് ആയിട്ട് മാത്രമാണ് ചോദിക്കുന്നത്. എന്റെ ശമ്പളത്തിൽ അത് പിടിച്ചോളൂ സർ. നിങ്ങൾ തരുന്ന കാശ് വെച്ച് വേണം എന്റെ മോന് ട്രീറ്റ്മെന്റ് നടത്താൻ. പ്ലീസ് സർ, എന്നെ ഒന്ന് സഹായിക്കണം. അഡ്വാൻസ് ഒന്നും തരാൻ പറ്റില്ല. ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യേ, ഇല്ലെങ്കിൽ പോകാൻ നോക്ക്. ഈ ജോലിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് പുറത്ത് ക്യൂ നിൽക്കുക. അയ്യോ എന്റെ ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യും? സർ പ്ലീസ്, ദയവേത് എന്നെ ഒന്ന് സഹായിക്കണം. തരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? പോയി പണി ചെയ്യാൻ നോക്ക്. എന്താ കാശ് കിട്ടിയില്ലേ? നീ മാനേജറിനോട് പണം ചോദിച്ചുകൊണ്ടിരുന്നതൊക്കെ ഞാൻ കേട്ടു. നിന്റെ കുഞ്ഞ് ഹോസ്പിറ്റലാണെന്നല്ലേ പറഞ്ഞതാ? നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ സഹായിക്കട്ടെ. അതൊന്നും വേണ്ട സർ. ഇപ്പം ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചാ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഉപയോഗിച്ച് നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് വേറെന്തെങ്കിലും പ്രതീക്ഷിക്കും. എനിക്ക് നിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായി. നിന്റെ കൊച്ചവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ ഒരമ്മയായി നീ എന്തുമാത്രം കഷ്ടപ്പെടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ അതൊന്നും ആലോചിക്കണ്ട. എനിക്ക് നിന്നെ സഹായിക്കണമെന്നാണ് ആഗ്രഹം. നിന്റെ GPay നമ്പർ ഒന്ന് പറയോ? 944. വന്നിട്ടുണ്ടോ നോക്ക്. വന്നിട്ടുണ്ട് സർ. താങ്ക് യു സോ മച്ച് സർ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ഞാൻ നിന്റെ മകന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറയേ. ശരി സർ. നിങ്ങളിപ്പോൾ എനിക്ക് ചെയ്ത സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. 2 ദിവസത്തിനകം നിങ്ങളുടെ കാശ് ഞാൻ തിരിച്ചു തന്നേക്കാം. സാരില്ല. മാനേജർ സർ, ഉം. ആ 404 ഉണ്ടായിരുന്ന ആള് എവിടെ കാണുന്നില്ലല്ലോ? ആളിന്ന് ചെക്കൗട്ട് ചെയ്ത് പോയല്ലോ. അയാള് നിനക്ക് കുറച്ച് കാശ് തന്നല്ലേ? ആ കാശ് തിരിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു.